എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി കേട്ടോ. ഞാനിവിടെ ഉണ്ടാക്കുന്ന ആ സാധനം മെഴുക്ക് വരട്ടി ഇതാണ് പറയുന്നത്. പിന്നെ ഞാൻ തേങ്ങയൊക്കെ ഇടും കേട്ടോ. അപ്പോൾ അത് തോരൻ എന്ന് പറയാമെങ്കിൽ തോരൻ, പക്ഷേ നമ്മളിവിടെ ഈ മറ്റേ മിക്സിയിൽ നമ്മൾ അടിച്ചെടുക്കത്തില്ലേ തേങ്ങയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട്, അപ്പോൾ അങ്ങനെയാണെങ്കിലാണ് ഇവിടെ തോരൻ എന്ന് പറയുന്നത്. ഞാനതിന് മെഴുക്ക് വരട്ടി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, നമുക്ക് വീഡിയോ കാണാം. അപ്പം നമ്മുടെ സ്പെഷ്യൽ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി, നമ്മുടെ മെഴുക്ക് വരട്ടി തയ്യാറാക്കാനായിട്ട് ഞാനൊരു ഇരുമ്പ് ചട്ടി കേട്ടോ. നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇരുമ്പ് ചട്ടിയിൽ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. നമുക്കൊരു അയൺ കണ്ടൻറ്റും കിട്ടും, നമ്മുടെ ബോഡിയിൽ അയൺ കണ്ടൻറ്റ് കുറയത്തുമില്ല. അപ്പം ഞാനൊരു ഇരുമ്പ് ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് എണ്ണ മതി. ആ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് ഒരു സവാള, ചെറുതായിട്ട് തന്നെ ഒരു സവാളയും, പിന്നെ കുറച്ച് 2-3 മുളക്, ഏത് മുളക് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി മുളക് ഇല്ലെന്നുണ്ടെങ്കിൽ അവസാനം നമ്മൾ മുളക് പൊടി ചേർത്താലും മതി. നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടൊന്നും വഴണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് വഴലാൻ വേണ്ടി ഉപ്പൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഒരുപാടൊക്കെ വഴന്നൊന്നും കിട്ടണം. നമുക്ക് വെണ്ടയ്ക്കയും കൂടി ഇതിനകത്ത് ഇടാനുള്ളതാണ്. ഇങ്ങനെ ചെയ്ത് നോക്കണേ, ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. സാധാരണ വെണ്ടയ്ക്കൊന്നും അധികം ആർക്കും ഇഷ്ടപ്പെടാറില്ല, കാരണം ഇതിനൊരു കൊഴുപ്പുണ്ടല്ലോ. അപ്പം നമ്മൾ ഈ രീതിയിലൊക്കെ ചെയ്താൽ എല്ലാവർക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും, നന്നായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. നമ്മുടെ ഈ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയുടെ കൂടെ കുറച്ച് ചമ്മന്തി കൂടി ഉണ്ടല്ലോ, വേറെ കറി ഒന്നും വേണ്ട കേട്ടോ. നല്ല ടേസ്റ്റാണ് ചോറ് കഴിക്കാൻ. ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക, ഞാനിത് നെടുകെ ഒന്ന് കീറിയിട്ടാണ് കേട്ടോ അരിഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഇഷ്ടത്തിന് ഏത് ഷേപ്പിലുണ്ടെങ്കിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കതിലേക്ക് കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട, വെണ്ടയ്ക്ക പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. നമുക്ക് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെക്കാം. നമ്മളിത് അടച്ച് വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തേട്ടോ. നമ്മൾ മൂടി വെച്ചാൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ഒരല്പം തേങ്ങ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 3 സ്പൂൺ തേങ്ങ, നമ്മളെടുക്കുന്ന വെണ്ടയ്ക്കനുസരിച്ച് ചേർത്താൽ മതി. തേങ്ങ ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് കേട്ടോ. ആ തേങ്ങ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഒന്നൊന്ന് ആവിയേറ്റി മതി. നമുക്കൊരു 2 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെക്കാം. ഇനി നമുക്കിതൊന്ന് തുറക്കാം. തേങ്ങയൊക്കെ മഴയൊന്ന് ആവി കയറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം, കുറച്ച് മാത്രം കേട്ടോ, ഒരുപാടൊന്നും ചേർക്കണ്ട. ഒരല്പം മാത്രം മുളക് പൊടി, നമ്മൾ മുളക് ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഒരല്പം മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരല്പം മാത്രം മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് പൊരിച്ചെടുക്കാം. ഈ തേങ്ങയും വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് മൊരിഞ്ഞ് കിട്ടണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടയ്ക്കാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ തുറന്ന് വെച്ച് തന്നെ നന്നായിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. നമ്മളിത് മൊരിച്ചെടുക്കുന്ന സമയത്ത് എണ്ണ കുറവാണെന്ന് തോന്നിയാൽ ഒരല്പം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ഇതിന് അധികം എണ്ണയൊന്നും നമുക്ക് ആവശ്യമില്ല, അല്ലാതെ തന്നെ മൊരിഞ്ഞോളും. എന്നാലും അടി പിടിക്കുന്നെന്ന് തോന്നിയാൽ ഒരല്പം എണ്ണ മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരല്പം കൂടി ഒഴിക്കാൻ പോവുകയാണ്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരാം.
നമ്മുടെ വെണ്ടയ്ക്കയും തേങ്ങയൊക്കെ നന്നായിട്ട് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അത്രയും മതിയാവും നമുക്ക്. അപ്പം നമ്മുടെ സ്പെഷ്യൽ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ വെണ്ടയ്ക്ക കഴിക്കുന്ന പോലെ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിച്ചാൽ മതി. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.